എന്താണ് മോദി ചെയ്ത കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദി ആദ്യം ചെയ്ത കാര്യം, ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ചെന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം തന്നെയാണ്. എന്തായിരുന്നു ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഗാന്ധി ചെല്ലുമ്പോൾ ഗാന്ധി ആദ്യം ചെയ്തത് അവിടെ ഒരു കക്കൂസ് പണിയാണ് ചെയ്തത്. കാരണം കോൺഗ്രസ് പ്രതിനിധികൾ അവിടെ മുഴുവനും മലമൂത്ര വിസർജനം നടത്തി വൃത്തികേടാക്കിയിട്ടിരുന്നു. ഗാന്ധി ഒരു കക്കൂസ് പണിതിട്ട്, ഒരു കുഴി കുത്തി ഒരു താൽക്കാലിക കക്കൂസ് പണിത് ആ പരിസരം മുഴുവൻ ശുചിയാക്കി എന്നുള്ളതാണ്. മോദി ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശൗചാലയങ്ങൾ പണിതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീട്ടിൽ 4-5 ശൗചാലയങ്ങളുള്ള മലയാളികൾ അതിനെ പരിഹസിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഈ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നം, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒറീസയിലും ബംഗാളിലും ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും മഹാരാഷ്ട്രയിലുമൊക്കെ പോകുന്ന സമയത്ത് എന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നം, വയറിന് അസുഖം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം പൊതുവിട വിസർജനം അല്ലാതെ കക്കൂസ് എന്നൊരു സങ്കല്പം അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവരത് രാത്രി വെളുക്കുന്നതിന് മുമ്പ് എപ്പോഴോ ആണ് അവർ ആ കൃത്യം നിർവഹിച്ച സാധു സ്ത്രീകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, അഥവാ അറിയുമെങ്കിൽ തന്നെ അത് അഫോർഡബിൾ ആണ് എന്ന് അവർ കരുതിയിരുന്നില്ല. അപ്പോൾ അവർക്ക് ശൗചാലയങ്ങൾ കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നെ അദ്ദേഹം ഓരോന്നായിട്ടാണ് എടുത്തത്. അദ്ദേഹം രണ്ടാമത് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉജ്വൽ ഗ്യാസ് യോജന എന്നറിയപ്പെടുന്നത് ഗ്യാസ് അടപ്പുകൾ കൊടുത്തുകൊണ്ടാണ്. കേരളത്തിൽ അപ്പോഴും അതിനെ പരിഹസിക്കാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബീഹാറിലും ഒറീസയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൽക്കരി അടുപ്പിൽ നിന്നാണ് അവിടുത്തെ സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. ആ കൽക്കരി ഊതി അതിൽ നിന്ന് വമിക്കുന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് അകാലത്തിൽ വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നവരാണ് ആ സ്ത്രീകളിൽ അധികം പേരും. അവർക്കാണ് ഉജ്വൽ ഗ്യാസ് യോജന അവരുടെ സഹായത്തിനാണ് ചെന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ ജീവിത യോഗ്യമാക്കി തീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഭരണത്തിൻ്റെ ലക്ഷ്യം എന്ന് ഓരോന്നിലൂടെയും മോദി കാണിച്ചു തരികയായിരുന്നു.